അയ്യോ വണക്കം. അങ്ങനെ ബംഗാളിൽ വീണ്ടും റീപോളിംഗ് നടക്കുകയാണ്. 15 ബൂത്തുകളിലാണ് ബംഗാളിൽ നിന്ന് റീപോളിംഗ് നടന്നത്. ഈ റീപോളിംഗ് നടന്നപ്പോഴും ആ റീപോളിങ്ങിനകത്തും കന്നന്തിരിവ് ഉണ്ടാക്കാനായിട്ട് കുറേ അവിടെ ശ്രമിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കേന്ദ്ര സേനകുമാരെയൊക്കെ വീണ്ടും ഇടിച്ചുരുട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മമതാ ബാനർജിക്കാണെങ്കിൽ ഇരിക്കപ്പൊറുതിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം മമതാ ബാനർജിയുടെ അധികാരം പോകാൻ പോവുകയാണ് എന്ന് സകല എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മമതാ ബാനർജിക്ക് ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഹൈ വോൾട്ടേജ് നാടകങ്ങളുമായി മമതാ ബാനർജി അങ്ങോട്ടും ഒക്കെ ഓടി നടക്കുകയാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ അടുത്ത നിമിഷം തന്നെ മമതാ ബാനർജി പറഞ്ഞത് ഇതാ ബാലറ്റ് പേപ്പർ എല്ലാം സ്ട്രോങ് റൂമിൽ ഇറങ്ങി ആരൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു എന്നാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നില്ല, നിങ്ങൾ ധൈര്യമായിട്ട് വരൂ, സ്ട്രോങ് റൂം അടച്ചിട്ടിരിക്കുകയാണ്, കാണിച്ചു തരാം. അങ്ങനെ അടച്ചിട്ടിരിക്കുന്ന സ്ട്രോങ് റൂമിൻ്റെ അടുത്തേക്ക് മമതാ ബാനർജിയെ കൊണ്ടുപോയപ്പോൾ മമതാ ബാനർജി പറഞ്ഞത് അടച്ചിട്ടിരിക്കുന്ന സ്ട്രോങ് റൂമിന് പുറത്ത് നിൽക്കാൻ പറ്റില്ല, ഞാൻ അകത്ത് കയറിയിരിക്കുമെന്ന് പറഞ്ഞ് ആ സ്ട്രോങ് റൂം തുറന്നു. ഇതാണ് ജനാധിപത്യം. ആ സ്ട്രോങ് റൂം തുറന്നിട്ട് ആ സ്ട്രോങ് റൂമിനകത്ത് കയറി മമതാ ബാനർജി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുവേന്ദു അധികാരിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. സുവേന്ദു അധികാരി BJPയുടെ അവിടുത്തെ അധ്യക്ഷനാണ്. സുവേന്ദു അധികാരിയും ആ സ്ട്രോങ് റൂമിനകത്ത് കയറിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ മമത ഇപ്പുറത്തും സുവേന്ദു അപ്പുറത്തും കയറിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ജംഗിൾ രാജ് എന്നാണ് യഥാർത്ഥത്തിൽ ബംഗാളിൽ മമതാ ബാനർജിയുടെ ഭരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. കേരളത്തിലെ സുഡാപ്പികളും യവന്മാർ ഈ മമതാ ബാനർജിയെ പുകഴ്ത്തി ഇവിടെ എഴുതുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കാണണം. അതായത് സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു വനിത ഒരു വലിയ സിസ്റ്റത്തോട് പോരാടുകയാണ്, ആ വനിതയുടെ പോരാട്ടത്തിന് ഐക്യദാർഢ്യം എന്നൊക്കെ പറഞ്ഞ് മറ്റേ പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിൻ്റെ പടമൊക്കെ എടുത്തിട്ടിരിക്കുന്നു. നിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് എന്താടാ കാര്യം എന്ന് മാത്രമേ എനിക്കിപ്പോൾ ചിന്തിക്കാനുള്ളൂ. എന്ത് തന്നെയായിരുന്നാലും മമതാ ബാനർജി അവിടെ കാണിക്കുന്ന ഷോയ്ക്കും പോരിനും ഒരു കുറവുമില്ല. മമതാ ബാനർജി അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിനകത്ത് കയറിയിരുന്നു. അവസാനം മമതാ ബാനർജിയുടെ സകല നാടകവും പൂട്ടി. എന്നിട്ട് ഇന്നും വെറുതെ ഇരിക്കുന്നില്ല. ഇന്ന് രാവിലെ നേരെ കുറ്റിയും പറിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. സുപ്രീം കോടതിയിലേക്ക് മമതാ ബാനർജി പോകുമ്പോൾ സുപ്രീം കോടതി വെറുതെ ഇരിക്കുമോ? സുപ്രീം കോടതിയിൽ പോയിട്ട് പറയുകയാണ് വോട്ടെണ്ണാനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ടീമാണ് വരുന്നത്. അപ്പോൾ ആ ടീം ഇവിടെ ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ വോട്ട് എണ്ണുന്നത് അവർ നമുക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് നമുക്ക് ആ ടീം പറ്റില്ല, കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം എന്നാണ് മമതാ ബാനർജി പറഞ്ഞത്. അപ്പോൾ അവിടെ സുപ്രീം കോടതി ചോദിച്ചത് കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ, കാരണം അവർ മാത്രമല്ലല്ലോ വരുന്നത്, അവിടെ ഒരുപാട് ആൾക്കാർ കാണില്ലേ, നിങ്ങളുടെ ആൾക്കാരും കാണില്ലേ, വോട്ടെണ്ണുന്നത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്നല്ലേ, പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച ആ ഹർജി സുപ്രീം കോടതി എടുത്ത് തോട്ടിലോട്ടിട്ട് വേറൊന്നും സുപ്രീം കോടതി പറയാൻ പോയില്ല. സുപ്രീം കോടതിക്ക് സത്യം പറഞ്ഞാൽ മമതാ ബാനർജിയെ കണ്ടു കഴിഞ്ഞാൽ കണ്ടം വഴി ഓടിക്കണമെന്നുണ്ട്. പക്ഷേ സുപ്രീം കോടതി ആയിപ്പോയില്ലേ. ഈ ബംഗാളിൽ അവിടെയുള്ള ഹിന്ദുക്കൾ കൊല്ലപ്പെടുന്നു, അവിടെയുള്ള അത് ഭയങ്കര ആക്രമണം നടക്കുന്നു, ഇവിടെ ആക്രമണം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് സുപ്രീം കോടതിയുടെ അടുത്ത് വന്ന് പല ഹർജികളും വരാറുണ്ട്. സുപ്രീം കോടതി അതൊക്കെ എടുത്തിട്ട് ബംഗാൾ എന്ന് പറഞ്ഞ് തോട്ടിലോട്ടിരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് SIR വന്നത്. SIR വന്ന സാഹചര്യത്തിൽ മമതാ ബാനർജി നേരെ കോട്ടൊക്കെ എടുത്തിട്ട് സുപ്രീം കോടതിയിലോട്ട് പോയി. ഇവിടെയുള്ള കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ മറ്റേ അലപ്പറ കലപ്പുറോ എന്ന് പറഞ്ഞ് മമതാ ബാനർജി എടുത്ത് കോട്ടിടുന്ന ദൃശ്യങ്ങളൊക്കെ കൊടുത്ത് നേരെ കോടതി പോയി. കോടതി കണ്ടം വഴി ഓടിച്ചു. കോടതി പറഞ്ഞു SIR നടക്കുക തന്നെ ചെയ്യും, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പം നടത്തുന്ന ടീമിൽ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ 7 ജഡ്ജിമാരയക്കാം എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അങ്ങനെ 7 ജഡ്ജിമാരും അവിടെ വന്ന് 7 ജഡ്ജിമാരെ യുവമാർ പിടിച്ച് ബന്ദികളാക്കി. ഒന്ന് ആലോചിച്ച് നോക്കണം, ജഡ്ജിമാരെ പിടിച്ച് ബന്ദികളാക്കി. ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഒന്നും അല്ല നടന്നതെങ്കിൽ 10 പോസ്റ്റ് കൂട്ടി 2 മെഴുകുതിരിയും കത്തിക്കായിരുന്നു. എന്തായിരുന്നാലും ആ ജഡ്ജിമാരെ പിടിച്ച് ബന്ദികളാക്കിയിട്ട് ആ ജഡ്ജിമാരെ തിരിച്ചു കിട്ടാനായിട്ട് 7 മണിക്കൂർ ചർച്ചയാണ് അവിടെ നടന്നത്. എന്തായാലും 4-ാം തീയതി BJP വരണമെങ്കിൽ ഇതെല്ലാം BJPയുടെ തലയിലാവും. 60 കൊല്ലം ഭരിച്ചു മുടിച്ച യവന്മാരുടെ ഭരണമൊന്നും ഇവിടെയുള്ള സുഡാപ്പികൾ കാണൂല. BJP ഭരിക്കുന്ന ബംഗാളിൽ പണ്ട് ജഡ്ജിമാരെ തടവിലാക്കിയത് എങ്ങനെയാണെന്ന് അറിയാമോ എന്നൊക്കെ ആയിരിക്കും അവന്മാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായിരുന്നാലും ആ ജഡ്ജിമാരെ തടവിലാക്കിയപ്പോൾ സുപ്രീം കോടതിയാണെങ്കിൽ ഇരുന്ന ഇരിപ്പിൽ ഒരു ജഗ് വെള്ളവും കുടിച്ചിട്ട് ഇറകടാ പട്ടാളത്തെ എന്ന് സുപ്രീം കോടതി പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെയാണ് അവിടെ പട്ടാളം വരുന്നത്. ഇനി 4-ാം തീയതിക്ക് ശേഷം ബംഗാളിൽ വലിയ കലാപം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് കേൾവി. 70,000 പട്ടാളക്കാരെ വീണ്ടും സുപ്രീം കോടതി അങ്ങോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിക്ക് ബോധ്യമായി. അങ്ങനെ ഏകദേശം 3.5-4 ലക്ഷം സൈനികരാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടീമാണ് ഇപ്പോൾ ബംഗാളിൽ ഇരിക്കുന്നത്. ഈ ബംഗാളിൽ മമതാ ബാനർജിയുടെ എല്ലാ ഹൈ വോൾട്ടേജ് നാടകവും പൊളിഞ്ഞുപോയി. ഇപ്പോഴിതാ ബംഗാളിൽ വീണ്ടും സംഘർഷം എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരും. ഈ 15 ബൂത്തുകളിലും വീണ്ടും വോട്ടെടുപ്പിനിടെ വലിയ കോലാഹലം നടക്കുകയാണ്. യവന്മാരെ കൂട്ടക്കുരു കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കില്ല എന്നുള്ളതാണ്. അതായത് എങ്ങനെയാണ് ഒരു ബാർബേറിക് കൾച്ചർ എന്നറിയാനായിട്ട് നേരെ ബംഗാൾ പോയി കാണണം. ഉത്തർപ്രദേശും ബീഹാറൊക്കെ ആയിരുന്നു, അതൊക്കെ അടിച്ച് ഉരുട്ടി ഒതുക്കി. ഇപ്പോൾ തൊണ്ടയിൽ ഉണ്ട കയറും. അതുകൊണ്ട് ഉത്തർപ്രദേശിലൊന്നും ഒരുത്തനും ഒന്ന് വിളച്ചിലെടുക്കില്ല. അങ്ങനെ വിളച്ചിലെടുക്കാത്ത സാഹചര്യത്തിൽ ഉത്തർപ്രദേശൊക്കെ ഒതുങ്ങി. ഇപ്പോൾ ബംഗാളാണ്. ഈ ബംഗാളിൽ എങ്ങാനും 4-ാം തീയതി BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പൊന്നുമോനെ നോക്കണ്ട, ബംഗാളിൽ തൊട്ടച്ച
നീക്കിയിരിക്കും അവിടെയുള്ള ക്രമസമാധാനം തകർക്കുന്ന ഗുണ്ടകളെ, റേപ്പിസ്റ്റുകളെ, പിന്നെ കുറച്ച് ലവന്മാരെ കൊണ്ട് MLA ആയിട്ടൊക്കെ മത്സരിക്കുന്ന കുറച്ച് ഗുണ്ടകളൊക്കെ ഉണ്ട്. അവന്മാരൊക്കെ ഇനിയിപ്പം വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുമ്പം ടയറ് പഞ്ചറായി, കല്ലി തട്ടി, വണ്ടി മറിഞ്ഞ്, തീ പിടിച്ച് ഒക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ ആരെ കുറ്റം പറയാൻ പറ്റും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ല, നമ്മുടെ ഇന്ത്യയുടെ ഒരു അവസ്ഥ ഇപ്പം അങ്ങനെയാണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോക്കെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ബംഗാളിൽ നിന്ന് 15 പോളിംഗ് ബൂത്തിൽ കൂടെ റീപോളിംഗ് നടന്നു കഴിഞ്ഞു. ഇനി അതിൻ്റെ റിസൾട്ട് മറ്റന്നാൾ നമുക്കറിയാം. റിസൾട്ട് നമുക്ക് എപ്പോൾ അറിയാം? മറ്റന്നാൾ രാവിലെ തൊട്ട് വോട്ടെണ്ണി തുടങ്ങും. ഇനി വെറും 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സംഖ്യകളെല്ലാം ത്രില്ലിലാണ്. നമ്മുടെ ഭഗീരഥൻ പിള്ള പറയും പോലെ പഞ്ചാര എന്നെ കൊണ്ടേ പോവും. അപ്പോൾ ശരി.